കോക്ടെയിൽസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചക്കക്കുരു റെസിപ്പി സീരീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചക്കക്കുരുവിൻ്റെ 4ാമത്തെ റെസിപ്പിയാണ് ചക്കക്കുരു ഐസ്ക്രീം. 2 ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വാനില, ഒന്ന് ചോക്ലേറ്റ്. നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്കോ, ഫ്രഷ് ക്രീമോ, വിപ്പിംഗ് ക്രീമോ, മുട്ടയോ, കൊക്കോ പൗഡറോ, കോൺഫ്ലോറോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു ഐസ്ക്രീം നമ്മുടെ വീട്ടിൽ അതും 2 ഫ്ലേവറിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 1/2 ലിറ്റർ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. സാധാരണ നമുക്ക് കിട്ടുന്ന മിൽമയുടെ പാലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓറഞ്ച് പാക്കറ്റിലുള്ളത്. അത് ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള പാല് തന്നെയാണ്. അപ്പോൾ പാല് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വരും. അപ്പോൾ നിങ്ങൾ അളവ് ഒന്ന് ശ്രദ്ധിക്കുക. പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അതൊന്ന് തിളപ്പിച്ചൊന്ന് കുറച്ച് വെള്ളം ഒന്ന് വറ്റിക്കണം. ഇപ്പോൾ പാല് തിളച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ചക്കക്കുരു പാലിൽ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം വേണ്ടത് ചക്കക്കുരു നമ്മളൊരു കുക്കറിൽ ഒരു 7 വിസിലെങ്കിലും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. അതിനുശേഷം ഹാർഡായിട്ടുള്ള തൊലി മാത്രം എടുത്ത് കളയുക. എന്നിട്ട് ചെറിയ ജാറിൽ, മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ തന്നെ എല്ലാ കട്ടയും ഉടഞ്ഞിട്ടുണ്ടാവും. ആദ്യം തന്നെ പാലൊഴിച്ച് അരക്കരുത്, അപ്പോൾ മുഴുവനായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ആദ്യം നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് പാലൊഴിച്ചിട്ട് അരച്ചെടുക്കുക. ഞാനൊരു 25 ചക്കക്കുരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം പാലൊഴിച്ചപ്പോൾ തൊട്ട് ഞാൻ മീഡിയം ഹീറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്, അതുപോലെ ലോ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിലിട്ടാൽ ഒരുപാട് സമയമെടുക്കും. ഇനി ഈ ചക്കക്കുരു ചേർത്തതിന് ശേഷം പാല് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ. ഇത് പതുക്കെ ഒന്ന് ഇളക്കുന്ന സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടും. ഈ കട്ടയൊക്കെ ഒന്ന് ലൂസാവാനാണ് അധികം സമയമെടുക്കുക. ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആകെ മൊത്തം നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര. ഞാനിപ്പോൾ ചേർത്തത് 1/2 കപ്പാണ്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട്. വലിയ കട്ടകളൊക്കെ ഉടഞ്ഞു. ഇനി നമുക്ക് ചെറിയ കട്ടകൾ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. ഈ തണുപ്പുള്ള ഡിഷിലൊക്കെ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. കാരണം അത് തണുത്ത് കഴിഞ്ഞാൽ പഞ്ചസാര കുറവായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിന് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കുറുകി വരുമ്പോൾ മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഒരുപാട് തിക്കാക്കരുത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് വരില്ല. ഇതൊരു കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു പാകത്തിലേക്ക് വരണം ചൂടാറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. നമ്മളിവിടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഒരു ബിസ്ക്കറ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഹൈഡ് ആൻഡ് സീക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതിവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. കണ്ടോ, ഇത് ഏകദേശം ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് പാലിൻ്റെ പാട.
ഇത് ചേർക്കാതെ ഉണ്ടാക്കാട്ടോ, പക്ഷേ കുറച്ച് ക്രീമി ടെക്സ്ചർ വേണമെങ്കിൽ ഇത് ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പാൽ തിളപ്പിച്ച് അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന പാൽപ്പാടയുണ്ടല്ലോ, അത് കളക്ട് ചെയ്ത് വെച്ചതാണ് ഇത്. ഒരുപാട് ദിവസത്തെ പഴക്കം പാടില്ല, ഒരു 3 ദിവസം മാക്സിമം. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇന്നത്തെ പാൽപ്പാടയും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് മുൻപത്തെ ദിവസങ്ങളിലൊന്നും എടുക്കരുത്. ഞാൻ 1/2 കപ്പിനേക്കാട്ടിലും കുറച്ച് കുറവാണ് ഒഴിച്ചിട്ടുള്ളത്, കാരണം തികഞ്ഞില്ല, അതുകൊണ്ടാണ്. പാൽപ്പാട എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഇനി ഇതൊന്ന് വിപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഇടത്തോട്ട് തിരിക്കുമല്ലോ മിക്സറിൽ, അങ്ങനെ ഒരു ഇടവിട്ട് അതായത് 5 സെക്കൻഡ് തിരിക്കുക, ഗ്യാപ്പ് ഇടുക, 5 സെക്കൻഡ് തിരിക്കുക, ഗ്യാപ്പ് ഇടുക, അങ്ങനെ ഒരു 1.5 മിനിറ്റോളം മാത്രം തിരിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് ഒരിക്കലും മിക്സ് ചെയ്യരുത്. ഇതാ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതിയോളം ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. നമുക്ക് വാനില ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീം വേണമല്ലോ, അതുകൊണ്ട് പകുതിയോളം ഞാൻ ഇതുപോലത്തെ ടൈറ്റായിട്ട് അടയ്ക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. ഇതിൽ ചക്കക്കുരുവിൻ്റെ ആ തൊലിയുടെ, അതായത് ആ ബ്രൗൺ തൊലിയുടെ കളറൊക്കെ ഇടയ്ക്ക് കാണാം. ഇനി ബാക്കിയുള്ള മിക്സറിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് ഇല്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 2 പോർഷനായിട്ടാണ് ചേർത്ത് കൊടുത്തത്. ആദ്യം പകുതി ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു, അതിനുശേഷം ബാക്കിയുള്ള പകുതി കൂടി ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർത്തി മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയുള്ള ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടി ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ വിപ്പ് എന്ന ഓപ്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിതിൽ പാൽപ്പാട ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാൽപ്പാട ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ നന്നായി അടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ബട്ടർ ഇറങ്ങി വരും. അപ്പോൾ ഒരു ബട്ടറി ടേസ്റ്റ് ഉണ്ടാവും, ഒരു നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ അത് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ടാണ്. മാത്രമല്ല അത് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ഇത് ഞാൻ 2 കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത്, നമ്മളിത് ഫ്രീസറിൽ വെക്കുമല്ലോ, അപ്പോൾ ഇതിൻ്റെ പുറത്ത് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ, അതായത് നമ്മുടെ ഏതെങ്കിലും ആട്ടയുടെ കവറോ, ആട്ടപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറോ അല്ലെങ്കിൽ പാലിൻ്റെ കവറോ നന്നായി കഴുകിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. അങ്ങനെ 2 പാത്രവും ഇതുപോലെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാണ്. ഇനി ഇതൊരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ദാ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്നുകൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ഒരുപാടിട്ട് കറക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എത്ര പ്രാവശ്യം ഇതുപോലെ 2 മണിക്കൂർ വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നു, അത്രയും നമ്മുടെ ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീമിന് കുറച്ചുകൂടി വാനില ഫ്ലേവർ കൊടുക്കാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പാലും ചക്കക്കുരും കൂടി കുറുക്കണ സമയത്ത് ലാസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കോമൺ ആയിട്ട് ചേർത്തതാണ്. നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിന് അത്ര വാനില എസൻസ് മതിയാവും, പക്ഷേ വാനില ഐസ്ക്രീം ആകുമ്പോൾ കുറച്ചുകൂടി ചേർക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആക്കിയ അതേ കണ്ടെയ്നറിൽ തന്നെ ആക്കി കൊടുക്കാം. ഇനി ഇത് ഞാൻ തിരിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതേപോലെ എടുത്ത് വീണ്ടും ബ്ലെൻഡ് ചെയ്തിട്ട് തിരിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വാനില ചെയ്ത പോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം കൂടി ഇതുപോലെ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം. ഫൈനലി നമ്മുടെ ഐസ്ക്രീം പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തു. പിന്നീട് വീണ്ടും ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം വീണ്ടും ബ്ലെൻഡ് ചെയ്തു. അത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. അതിനുശേഷം ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ഐസ്ക്രീം എടുക്കുന്നത്. കണ്ടോ, ഇത് മുകളിൽ നമ്മൾ ആ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വന്നിട്ടില്ല.
ഞാൻ ഇങ്ങനത്തെ സ്കൂപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് ഏതോ കാലത്ത് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ആയതുകൊണ്ട് ഇച്ചിരി ഹാർഡാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 5-6 മിനിറ്റ് പുറത്തെടുത്ത് വെച്ചിട്ട് സ്കൂപ്പ് ചെയ്താലും മതി. ഞാൻ സ്കൂപ്പ് ചെയ്യാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ചെയ്യണു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം. ഇത് ഞാൻ ഹൈഡ് ആൻഡ് സിക്ക് ബിസ്ക്കറ്റ് 2 എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചതാണ്. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറി വെച്ച് കൊടുക്കാം. ഇത് ഹൈഡ് ആൻഡ് സിക്ക് ബിസ്ക്കറ്റ് തന്നെയാണ്. അത് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് പോലെ പൊട്ടിച്ചെടുത്തതാണ്. ഇത് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. വാനില ഐസ്ക്രീം ഇതുപോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് വരെ നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. വാനില ഐസ്ക്രീം ഇതുപോലെ തന്നെ സ്കൂപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ വാനിലയും സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സോസ് എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡാണ്. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇനി കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് നമുക്കൊരു ചെറി കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ചക്കക്കുരു കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ വാനില ഫ്ലേവർഡ് ഐസ്ക്രീമും ചോക്ലേറ്റ് ഐസ്ക്രീമും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.